നാഗകന്യക 7 എപ്പിസോഡ് 45 എല്ലാവർക്കും സ്വാഗതം. രാധികയുടെ ക്യാബിനിൽ അവരെ കാണുന്ന ആര്യമ്മൻ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അപര രാധികയുടെ ടേബിളിൽ ഇരിക്കുന്ന സേഫ്റ്റി പിൻ എടുത്ത് ആര്യമ്മനെ കാണിച്ചിട്ട് ഇത് എടുക്കാൻ വന്നതാണെന്ന് ആര്യമ്മനോട് പറഞ്ഞിട്ട് അപര ഷോളിൽ പിന്നു കുത്തുന്നത് കാണുന്ന ആര്യമ്മൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ആര്യമ്മനോട് അപര ഈ ഓഫീസിൽ രാധിക മാത്രമാണ് സാരി ഉടുക്കുന്നതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ രാധികയുടെ ക്യാബിനിൽ നോക്കിയാൽ സേഫ്റ്റി പിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് അപര പെൻ ഡ്രൈവ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആര്യമ്മനോട് നിങ്ങളുടെ ഒരു ഫാമിലി ക്യൂട്ട് ഫോട്ടോ പോലും ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, കപ്പിൾ പോസ് ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ആര്യമ്മൻ ലേഡി പ്രോബ്ലം മാറിയോ എന്ന് ചോദിക്കുകയാണ്. അതല്ലേ എപ്പോഴേ മാറിയെന്ന് അപര പറയുന്നത് കേൾക്കുന്ന ആര്യമ്മൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നു. ക്യാബിന്റെ പുറത്തിറങ്ങുന്ന അപരയുടെ അടുത്ത് വരുന്ന കപിൽ അപരയോട് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന അപര കപിലിനെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് ഇനി ഇതുപോലെ ആവർത്തിക്കരുതെന്നും പറയുകയാണ്. തുടർന്ന് പ്രഥമും ഫാണി എവിടെയെന്ന് കപിലിനോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ എല്ലാം എടുത്ത് അവരെ നോക്കുകയാണ്. ഈ സമയം ഫാണി നാഗമായി മാറി ഒരു കാറിന്റെ പുറകെ പോവുകയാണ്. ആ കാറിൽ കരടും ടീനയുമാണ് ഇരിക്കുന്നത്. ടീന ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുന്ന കരൺ ടീനയ്ക്ക് കുടിക്കാൻ ഓറഞ്ച് ജ്യൂസ് കൊടുക്കുകയാണ്. ഓറഞ്ച് ജ്യൂസ് കരണിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ടീന ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോൾ ടീനയ്ക്ക് ഡൗട്ട് തോന്നിയത് കൊണ്ട് കരൺ കാണാതെ ജ്യൂസ് കാറിന്റെ പുറത്ത് ഒഴിച്ചു കളയുകയാണ്. കാട്ടിന്റെ അകത്തേക്ക് പോകുന്നത് കാണുന്ന ടീന കരണിനോട് കരണിന്റെ ഇൻവെസ്റ്റേഴ്സ് ഇത്രയും വലിയ കാശുകാരായിട്ടും അവർ ഓഫീസ് ഈ കാട്ടിന്റെ അകത്താക്കിയത് എന്താണെന്ന് ചോദിക്കുകയാണ്. വലിയ വലിയ ആളുകളുടെ അടുത്ത് എത്താനുള്ള വഴികൾക്ക് കുറച്ച് പ്രത്യേകത ഉള്ളതായി നമുക്ക് തോന്നാറുള്ളത് ശരിയാണ് എന്ന് കരൺ പറയുന്നത് കേട്ട് ടീന ആലോചിച്ചിരിക്കുകയാണ്. പാണി കാറിന്റെ പുറകെ പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ കാർ കംപ്ലൈന്റ് ആയി നിൽക്കുകയാണ്. കാർ സ്റ്റാർട്ട് ആകാത്തത് കാണുന്ന കരൺ ആ കാര്യം ടീനയോട് പറയുകയാണ്. ഈ സമയം കരണിന്റെ കാറിനെ കാണാത്തത് കാണുന്ന ഫാണി കാട്ടിന്റെ അകത്ത് വഴിതെറ്റി കീല് നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയാണ്. ഫാണിക്ക് കീലിൽ നിന്ന് കാലെടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് കാർ സ്റ്റാർട്ട് ആകുമെന്ന് തോന്നുന്നില്ല, പുറത്തിറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് കരൺ പോകാൻ തുടങ്ങുന്നത് കാണുന്ന ടീന കരണിനോട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ കരണിന് എങ്ങനെയാണ് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ്. പുറത്തിറങ്ങി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കട്ടെ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കരൺ കാറിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. മറുവശത്ത് അഹാന ഫാണിയെ ഇതുവരെയായിട്ടും കാണാത്തതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മെക്കാനിക്കിന്റെ വേഷത്തിൽ നിൽക്കുന്ന പ്രഥമിനെ വിളിച്ചുകൊണ്ട് ഒരിടത്ത് ഇരുത്തിയിട്ട് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് അഹാന. തുടർന്ന് വെള്ളം കുടിക്കുന്ന മെക്കാനിക്ക് പ്രഥമായി മാറുന്നു. പ്രഥമിനോട് പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് അഹാന. പ്രഥമ കാര്യങ്ങൾ പറയുമ്പോൾ അഹാന പെൻഡ്രൈവ് കിട്ടിയ കാര്യവും അതിലെന്താണെന്ന് നോക്കാൻ കഴിഞ്ഞില്ല എന്നും പറയുകയാണ്. എത്രയും പെട്ടെന്ന് തെളിവ് കണ്ടുപിടിക്കണമെന്ന് പ്രഥം പറയുമ്പോൾ അഹാന ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുന്ന പ്രഥമ കാര്യം ചോദിക്കുമ്പോൾ ഫാണി കുറെ നേരത്തെ കരണിന്റെയും ടീനയുടെയും പുറകെ പോയതാണ്, ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അഹാന ആലോചിച്ചിരിക്കുകയാണ്. മറുവശത്ത് കീലിൽ നിന്ന് കാലെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഫാണിയുടെ മുന്നിൽ കരൺ കൈ നീട്ടുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഫാണി കരണിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ കരൺ ഫാണിയോട് ഞാൻ ആരെയും ഇതുവരെയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരൺ ഫാണിയുടെ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് ഫാണിയോട് നീ ഇച്ഛാധാരി നാഗകന്യകയാണോ? ഇച്ഛാധാരി നാഗകന്യകയായി അനന്തയുടെ സഹോദരി പൂർവി അഹാനയായി അപരയായി വന്നു. അപ്പോൾ അഹാനയും നാഗകന്യകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം കിട്ടുമെന്ന് ഫാണി പറയുമ്പോൾ കരൺ ഫാണിയുടെ യഥാർത്ഥ രൂപം കാറിൽ വെച്ച് തന്നെ കണ്ടു എന്നും അതുകൊണ്ടാണ് ഫാണിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഇവിടേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നതാണെന്നും അഹാന യഥാർത്ഥത്തിൽ ആരാണെന്നും ചോദിക്കുകയാണ് കരൺ. അപ്പോൾ റോഡ് റോളറിൽ അവിടേക്ക് ഒരാൾ വരികയാണ്. ആ സമയം ഇൻവെസ്റ്റർ കരണിനെ ഫോണിൽ വിളിക്കുമ്പോൾ ടീനയെയും കൊണ്ട് ഉടൻ തന്നെ വരുമെന്ന് കരൺ പറയുന്നത് കേട്ട് നിൽക്കുന്ന ഫാണി ടീനയെ എവിടേക്ക് കൊണ്ടുപോവുകയാണെന്ന് ചോദിക്കുകയാണ്. ടീനയെ വെച്ച് ഒരു ബിസിനസ് ഡീലിങ്ങിന് പോവുകയാണ്. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ടീനയിൽ എനിക്ക് എല്ലാ അവകാശവും ഉണ്ട്. ടീനയുടെ ഡാഡിയുടെ ക്യാഷ് മുഴുവൻ തീർന്നു. എനിക്ക് ബിസിനസ് ചെയ്യാൻ കുറെ ക്യാഷിന്റെ ആവശ്യമുണ്ട്. ആ ക്യാഷ് ഞാൻ ടീനയെ കൊണ്ട് തന്നെ ഉണ്ടാക്കുമെന്ന് കരൺ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന ഫാണി കരണിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ കരൺ ഫാണിയെ അടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന കരണിന്റെ ആളിനോട് കരൺ ഫാണിയെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്നും അതിനുശേഷം കൊന്നുകളയാനും പറഞ്ഞിട്ട് കരൺ അവിടെ നിന്ന് പോവുകയാണ്. കരൺ പോകുന്നത് കാണുന്ന ഫാണി ടീനയെ ഒന്നും ചെയ്യരുതെന്ന് അലറി വിളിച്ചു പറയുകയാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കരൺ ടീനയെ പ്രോമിസായി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന കരൺ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ സ്റ്റാർട്ട് ആകുന്നത് കാണുന്ന കരൺ കാർ സ്റ്റാർട്ടായി എന്ന് ടീനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അയാൾ അഹാനയുടെ സത്യം ഫാണിയോട് പറയാൻ പറയുകയാണ്. ഫാണി പറയാതെ നിൽക്കുന്നത് കാണുന്ന അവർ റോഡ് റോളർ ഫാണിയുടെ നേരെ ഓടിച്ചു വരികയാണ്. അത് കാണുന്ന ഫാണി ടീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കരണിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും മരിക്കുമെന്ന് ഫാണി പറയുന്ന സമയം അഹാനയുടെ വാല് ഫാണിയെ ചുറ്റുകയാണ്.
നാഗറാണിയെ അവിടെ കണ്ടതിൽ സന്തോഷത്തിൽ നിൽക്കുന്ന ഫാണിയെ അഹാന കീയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ശേഷം അവിടെ പ്രഥമം വരുന്നു. പ്രഥമം അഹാനയും കൂടി അവരെല്ലാവരെയും ഉപദ്രവിച്ചു കൊല്ലുകയാണ്. തുടർന്ന് പ്രഥമം അഹാനയും കൂടി ഫാണിയുടെ അടുത്ത് പോകുമ്പോൾ ഫാണി ടീനയെ വെച്ച് കരൺ ബിസിനസ് ഡീലിങ്ങിന് പോയിരിക്കുകയാണ്. ടീനയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുകയാണ് ഫാണി. അത് കേൾക്കുന്ന അഹാന കരണിനെ നേരത്തെ ഡൗട്ട് തോന്നിയത് കൊണ്ട് കരണിന്റെ കാറിൽ GPS വെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇവിടെ വരെ വരാൻ കഴിഞ്ഞതെന്നും ഇന്ന് ആ രാക്ഷസന്റെ അവസാനമായിരിക്കുമെന്നും പറഞ്ഞ് അഹാന ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം കരൺ ടീനയും കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഉള്ള സ്ഥലത്ത് വരികയാണ്. ടീന വരാൻ മടിച്ചു നിൽക്കുന്നത് കാണുന്ന കരൺ അകത്ത് പോയി കോൺട്രാക്ട് സൈൻ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കരൺ ടീനയും വിളിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ കാണുന്ന ടീന പേടിച്ച് നിൽക്കുകയാണ്. ടീനയോടുള്ള അവരുടെ പെരുമാറ്റവും അവരുടെ നോട്ടവും ഒന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ടീന അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു ഇൻവെസ്റ്റർ ടീനയുടെ കയ്യിൽ പിടിച്ച് നിർബന്ധിച്ച് ചെയറിലിരുത്തുകയാണ്. കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷം ബാക്കി ഡീലിംഗ് സംസാരിക്കാമെന്ന് അവർ പറയുന്നത് കേൾക്കുന്ന ടീന വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ടീന പോകുന്നത് കാണുന്ന കരൺ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്യുകയാണ്. വാഷ്റൂമിന്റെ അകത്ത് കയറുന്ന ടീന പേടിച്ച് കരയുകയാണ്. ടീനയെ കാണാത്തത് കൊണ്ട് കരൺ ടീനയോട് പുറത്തു വരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പേടിച്ചു നിൽക്കുന്ന ടീന സൗണ്ട് പുറത്ത് കേൾക്കാതെ കരയുകയാണ്. ശേഷം ടീന മുഖം കഴുകുന്നു. ഈ സമയം കരൺ ഡോർ ഇടിച്ചു തുറക്കാൻ തുടങ്ങുന്നതും ടീന ഡോർ തുറക്കുകയാണ്. ടീന വളരെ സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ടീനയുടെ പെട്ടെന്നുള്ള സ്വഭാവ മാറ്റം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് കരൺ. ടീനയുടെ മാറ്റം കണ്ട് ഇൻവെസ്റ്റേഴ്സ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കരൺ എന്ത് ചെയ്താലും അത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ 3 പേരുണ്ടല്ലോ, അപ്പോൾ ഞാൻ 3 രൂപം എടുക്കേണ്ടി വരുമെന്ന് ടീന പറയുമ്പോൾ അവിടേക്ക് ഒരു ടീന കൂടി വരികയാണ്. അത് കണ്ട് ഇൻവെസ്റ്റേഴ്സ് കരണ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരാളും കൂടി അവിടേക്ക് വരികയാണ്. 3 ടീനയും കാണുന്ന അവർ 3 പേരും പേടിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന 3 ടീനയും അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ശേഷം ഒരു ടീന പ്രഥമായി മാറുന്നു. പ്രഥമ പകുതി നാഗമാവുന്നത് കണ്ട് 3 പേരും പേടിച്ച് നിൽക്കുകയാണ്. ശേഷം ഒരു ടീന അഹാനയായി മാറുന്നു. മൂന്നാമത്തെ ടീന ഫാണിയായി മാറുന്നു. തുടർന്ന് ഫാണി പകുതി നാഗമായി മാറുന്നു. അപ്പോൾ അവിടേക്ക് ടീന വരുന്നു. ടീന കരണിന്റെ അടുത്ത് പോയിട്ട് കരണിന്റെ കവിളിൽ അടിക്കുകയാണ്. എന്നിട്ട് ഫാണിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് ടീന നേരത്തെ വാഷ്റൂമിൽ നിന്ന് കരയുന്ന സമയം അവിടെ അഹാന വന്നിരുന്നു. അഹാനയെ കാണുന്ന ടീന അഹാനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ടീനയ്ക്ക് അറിയാമായിരുന്നു അഹാന ടീനയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന്. ടീന അഹാനയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശേഷം പ്രഥമം ഫാണിയും കൂടി 2 ഇൻവെസ്റ്റേഴ്സിനെയും എടുത്ത് പഞ്ഞിക്കിടുകയാണ്. പേടിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അഹാനയോട് വലിയ തെറ്റാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചത്, സോറി എന്ന് പറയുകയാണ്. സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാരും ഒരിക്കലും ജീവനോട് ഇരിക്കാൻ പാടില്ല. എന്റെ കൈകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അവസാനമെന്ന് പറഞ്ഞ് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷാൻഡലിയർ പൊട്ടിച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ പുറത്തു കൂടി ഇടുകയും അവർ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് പേടിക്കുന്ന കാരണം അവിടെ നിന്ന് ഓടി പോവുകയാണ്. ശേഷം പേടിച്ച് കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് കാറിന്റെ ബാക്ക് നോക്കിയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ കാരണിന്റെ കാർ ഇടിക്കുകയും കാർ മറിഞ്ഞ് ഉരുണ്ട് കുറെ ദൂരം പോവുകയും ചെയ്യുന്നു. കാറിൽ നിന്ന് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുന്ന കരൺ കാട്ടിന്റെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ അഹാനയും ഫാണിയും പ്രഥമും ടീനയും വരുന്നു. ടീനയെ കാണുന്ന കരൺ ടീനയോട് തെറ്റുപറ്റി പോയി ടീന, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ അഹാനയോട് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തണം പ്ലീസ് ടീന എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുകയാണ് കരൺ. അത് കേട്ട് ദേഷ്യം വരുന്ന അഹാന കരണിനെ ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിച്ചുകൊണ്ട് തന്നെ കരണിനോട് ഭാര്യ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, ഭാര്യ ഭർത്തൃ ബന്ധം ഈ ലോകത്തിലെ തന്നെ സുന്ദരമായ ഒരു ബന്ധമാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അവൾ കരയുന്നതിന് മുമ്പ് തന്നെ അവളുടെ വേദന മനസ്സിലാക്കും. നീ അങ്ങനെയല്ല, ഭാര്യ വീട്ടിന്റെയും കുടുംബത്തിന്റെയും അഭിമാനമാണ്, അല്ലാതെ ചെരുപ്പിലുള്ള മണ്ണല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വവും സ്നേഹവും കരുതലും വേറൊരു ബന്ധത്തിനും കിട്ടില്ല. മറ്റെല്ലാ ബന്ധത്തിലെയും സ്നേഹം ഭാര്യയ്ക്ക് തരാൻ കഴിയും, പക്ഷെ ഭാര്യയുടെ സ്നേഹം വേറൊരു റിലേഷനിൽ നിന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന കാരണം ടീനയെ ഇനി മുതൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ടീന പറയുന്നത് എന്താണെങ്കിലും ഞാൻ അത് കേൾക്കാം, എന്നെ ഒന്നും ചെയ്യരുതെന്ന് കരൺ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന അഹാന, നീ എന്റെ ഫാമിലിയെ മുഴുവൻ ഇല്ലാതാക്കി, ഒരു നാഗകന്യക അവളുടെ പ്രതികാരം ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ടീനയുടെ സമ്മതം വേണം. അവൾ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നീ മരിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയണമെന്ന് പറയുന്നത് കേൾക്കുന്ന ടീന ആലോചിച്ച് നിൽക്കുകയാണ്. കരൺ ടീനയോട് രക്ഷിക്കാൻ വേണ്ടി കെഞ്ചി പറയുകയാണ്. അഹാന ടീനയെ നോക്കുമ്പോൾ ടീന കിൽ ഹിം എന്ന് പറയുന്നത് കേൾക്കുന്ന അഹാന കരണിനോട്, ഇനി മുതൽ ഒരു ഹസ്ബൻഡും വൈഫിനെ അപമാനിക്കുന്നതിന് മുമ്പ് നിന്റെ അവസാനം കണ്ട് 1000 പ്രാവശ്യം ആലോചിച്ച് നോക്കണമെന്ന് പറഞ്ഞ് അഹാന കരണിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് ആ കുഴിയിലേക്ക് കീലൊഴിക്കുകയാണ്. കുഴി നിറയെ കീലൊഴിച്ചതിന് ശേഷം അഹാന ഫാണിയെ നോക്കുമ്പോൾ ഫാണി റോളർ ഓടിച്ച് കീലൊഴിച്ചതിന്റെ പുറത്തുകൂടി ഓടിച്ചു പോവുകയാണ്. അതെല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുന്ന ടീന അഹാനയെ കെട്ടിപ്പിടിച്ച് അലറി വിളിച്ച് വിഷമമെല്ലാം കരഞ്ഞു തീർക്കുകയാണ്. അഹാന ടീനയോട് കരയരുതെന്ന് പറയുകയാണ്. എന്നിട്ട് നാഗകന്യകയുടെ പ്രതികാരം ഇനിയുമുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഹാന. അടുത്ത സീനിൽ ടീന കരണിന്റെ കൂടെ പോയതല്ലേ, ടീനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്.
ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന പർമീത്തും പർജീത്തും കരൺ എവിടെയെന്ന് ടീനയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കരൺ വരുന്നു. ടീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്, ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, ഞാൻ ടീനയ്ക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു, അപരയാണ് കറക്റ്റ് സമയത്ത് അവിടെ വന്ന് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് കരൺ പറയുന്ന സമയം അവിടെ അപര വരുന്നു. അപരയെ കാണുന്ന ടീന സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കരണിനെ രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷത്തിൽ പർജീത്ത് നിൽക്കുന്നത് കാണുന്ന പർമീത്ത് പർജീത്തിനോട് കൂടുതൽ സന്തോഷിക്കേണ്ട, അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൾ നിന്റെ കഴുത്ത് ഒടിച്ചു കളയുമെന്ന് പറയുകയാണ്. ഇവരുടെ കാറ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് അവരെ പോകാൻ തുടങ്ങുന്നത് കാണുന്ന ടീന ഇത്രയും രാത്രിയായാലും ഇനി പോകണ്ട, ഇവിടെ നിൽക്കാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിഷയും അവരോട് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ ഇവിടെ നിന്ന് ഓഫീസിൽ പോകാം, കപിൽ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. അത് കേട്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് രാധിക. ടീന അവരോട് നിർബന്ധിച്ച് പറയുകയാണ്. എന്നിട്ട് ടീന രാധികയോട് അവരോട് പോകണ്ട എന്ന് പറയാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രാധിക അവരോട് ഇന്ന് ഇവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. എന്റെ കയ്യിൽ ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ തരാമെന്ന് പറയുകയാണ് രാധിക. നിങ്ങൾ എല്ലാവരും ഇത്രയും എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാമെന്ന് അവരെ പറയുമ്പോൾ ടീന അവരെ ഗസ്റ്റ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. രാധിക ദേഷ്യത്തോടെ ആര്യമിനെ നോക്കി നിൽക്കുകയാണ്. ശേഷം ഗസ്റ്റ് റൂമിൽ വരുന്ന കരൺ പാണിയായി മാറുന്നു. ആ സമയം അവിടേക്ക് വിൻഡോ വഴി നാഗരൂപത്തിൽ പ്രഥമം വരുന്നു. ടീന അഹാനയോട് അഹാന ചെയ്തു തന്ന സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല, അഹാനയ്ക്ക് സംഭവിച്ചതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അഹാനയുടെ പ്രതികാരത്തിന് വേണ്ടി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുകയാണ് ടീന. ഇവിടെ ഉള്ളവരെ സൂക്ഷിക്കണം, ശരിക്കും ഇവർ പുറമെ കാണുന്നത് പോലെ അല്ല, ചങ്കിസ്ഥാനികൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, രാധിക എന്തോ പ്ലാൻ ചെയ്യുകയാണ്, അതെന്തെന്ന് രണ്ടുപേർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അഹാന. മറുവശത്ത് പർമീത്തും പർജീത്തും മദ്യപിക്കുകയാണ്. ആര്യമിന്റെ റൂമിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന കുപ്പിയാണെന്ന് പറയുകയാണ് പർജീത്ത്. പർമീത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രാധിക എങ്ങനെയാണ് പുതിയ ഭാഷയായതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പർമീത്ത് കുപ്പിയോടെ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. അത് കാണുന്ന പർജീത്ത് എനിക്കും കൂടി കുറച്ച് വേണമെന്ന് പറഞ്ഞ് കുപ്പിയിൽ പിടിച്ച് രണ്ടുപേരും കുപ്പിക്ക് വേണ്ടി പിടിവലി കൂടുകയാണ്. ഇതിനിടയിൽ കുപ്പി തറയിൽ വീണ് പൊട്ടുന്നു. ആ സമയം അവിടെ രാധിക വരുന്നു. രാധികയെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് രണ്ടുപേരും. ദേഷ്യം വരുന്ന രാധിക അവരോട് നിങ്ങൾ ചങ്കിസ്ഥാനികളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു, നിങ്ങളെ എന്റെ പ്ലാനിൽ നിന്ന് ഔട്ട് ചെയ്യുമെന്ന് രാധികയായി വന്ന് അഹാന പറയുമ്പോൾ അവർ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, പ്ലാനിന് അവർ റെഡിയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അഹാനയ്ക്ക് രാധിക എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. രാധികയെ അവർ മരുമകൾ ഭാഷ എന്നാണ് വിളിക്കുന്നത്. പ്ലാൻ എന്തെന്ന് അറിയാൻ വേണ്ടി അഹാന പ്ലാൻ ഓർമ്മയുണ്ടോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ട് എന്ന് രാധികയോട് പറഞ്ഞിട്ട് അവർ പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ആലോചിച്ച് നിൽക്കുകയാണ്. പ്ലാൻ എന്താണെന്ന് രാധിക ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന രാധിക അവരോട് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്. പേടിക്കുന്ന അവർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതാണ് പ്ലാൻ എന്ന് പർമീത്ത് പറയുന്നത് കേൾക്കുന്ന രാധിക പർമീത്തിനെ അടിക്കുകയാണ്. രണ്ടുപേരും അത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയം യഥാർത്ഥ രാധിക പൂരവിനോട് അവരോട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞ് പ്ലാനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും അവരെ കൊണ്ടുള്ള നമ്മുടെ ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കൊന്നുകളയണമെന്നും അതിന് കഴിഞ്ഞില്ല എങ്കിൽ എല്ലാം അവരുടെ തലയിൽ വെച്ച് കൊടുക്കണമെന്നും പറയുകയാണ് രാധിക. മറുവശത്ത് ഇതാണോ ഞാൻ പറഞ്ഞ പ്ലാൻ, ഇതാണോ നമ്മുടെ മിഷൻ എന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി കണ്ണടച്ച് നിന്ന് ഓർമ്മിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കണ്ണടച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആഹാന നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെ വരുന്ന രാധിക നോക്കുമ്പോൾ രണ്ടുപേരും കണ്ണടച്ച് ആലോചിച്ച് നിൽക്കുന്നതും ശേഷം കണ്ണു തുറക്കുന്ന അവർ ഇപ്പോൾ മിഷനെ കുറിച്ച് ഓർമ്മ വന്നു എന്ന് പർമീത്ത് പറയുന്നത് കേൾക്കുന്ന രാധിക പർമീത്തിനെ അടിക്കുകയാണ്. എന്നിട്ട് രാധിക അവരോട് ഇവിടെ വെച്ച് പ്ലാനിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, നിങ്ങളുടെ പ്രവൃത്തി കാരണമാണ് ഇതുവരെയും ഒരു പ്ലാന് സക്സസ് ആവാത്തത് എന്നൊക്കെ അവരോട് ദേഷ്യത്തോടെ രാധിക പറയുമ്പോൾ അത് കേൾക്കുന്ന അവർ ആലോചിക്കുന്നത് രാധികയല്ലേ കുറച്ചു മുമ്പ് പ്ലാനിനെ കുറിച്ച് പറയാൻ പറഞ്ഞത്, ഇപ്പോൾ പറയുന്നു പറയരുതെന്ന്. അതെല്ലാം ഓർമ്മിച്ച് രണ്ടുപേരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഈ സമയം അവിടെ നാഗത്തിന്റെ സ്മെല്ല് അടിക്കുന്ന രാധിക പുറത്തേക്ക് പോകുന്നു. റൂമിന്റെ പുറത്ത് വരുന്ന രാധിക അവരെ വരുന്നത് കാണുകയാണ്. അവരുടെ അടുത്ത് പോകുന്ന രാധിക എവിടേക്ക് പോവുകയാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അവരെ രാധികയോട് നീ എന്നെ സഹോദരിയായി കാണാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ രാധികയോട് കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് മുമ്പ് ഈ സ്ഥലത്ത് വന്നതായി തോന്നുകയാണ്, അതുമല്ല ആ റൂമിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് ആരോ പോകുന്നത് പോലെ തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവരെ പറയുന്നത് കേൾക്കുന്ന രാധിക അവരോട് ആ റൂം എന്റെയും ആര്യമിന്റേതുമാണെന്ന് പറയുകയാണ്. രാധിക ഐ ആം സോറി, അത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അവരെ പറയുന്നത് കേൾക്കുന്ന രാധിക ഞാൻ നിനക്ക് പോകേണ്ട ശരിയായ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിച്ച് രാധിക അവരെയുമായി ഗസ്റ്റ് റൂമിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും കൈ പിടിച്ച് പോകുന്നത് കാണുന്ന പർമീത്തും പർജീത്തിനും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ശേഷം ഗസ്റ്റ് റൂമിൽ വരുന്ന അവരെ രാധികയോട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്നാൽ ഉറക്കം വരില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക
അപരയ്ക്ക് ഇടാൻ വേണ്ടി നൈറ്റ് ഡ്രസ് തരാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അലമാരയുടെ താക്കോല് എവിടെയാണെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ആലോചിച്ച് രാധിക നിൽക്കുന്നത് കാണുന്ന അപര രാധികയെ പിടിച്ച് ബെഡിലിരുത്തിയിട്ട് രാധികയോട് നമ്മുടെ മനസ്സിലുള്ള കാര്യം മറന്നുപോയാൽ അത് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗെയിം ഉണ്ട്, കണ്ണടച്ചിരുന്നാൽ മാത്രം മതി, എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഉത്തരം തരണമെന്ന്, ചിലപ്പോൾ താക്കോൽ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞാലോ എന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക കണ്ണടച്ചിരിക്കുകയാണ്. അപര ഓരോന്നും ചോദിക്കുകയാണ്. രാധിക പെട്ടെന്ന് തന്നെ ആൻസർ പറയുന്നു. വീടെന്ന് ചോദിക്കുമ്പോൾ ഒറ്റപ്പെടൽ എന്ന് പറയുന്നു. സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്ന് പറയുന്നു. സിഗരറ്റ് എന്ന് ചോദിക്കുമ്പോൾ രാധികയുടെ മുന്നിൽ നാഗമണിക്ക് ഓർമ്മ വരികയാണ്. രാധിക ഒന്നും പറയാതെ ആലോചിച്ചിരിക്കുന്ന സമയം ആര്യമ്മൻ അവിടേക്ക് വരികയും ആര്യമ്മൻ രാധികയോട് 9 മണിക്കുള്ള ന്യൂസിന് സമയമായി, ബ്ലൂ ടൈ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ അപര ടൈ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് ആര്യമ്മൻ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സാഹചര്യം മനസ്സിലാക്കുന്ന അപര ആദ്യത്തെ ടൈ വെക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എല്ലാവരും അവിടെയായിരിക്കും ടൈ വെക്കുന്നതെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ്. അത് കേട്ട് ആര്യമ്മൻ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആര്യമ്മൻ അങ്ങനെ നിൽക്കുന്നത് കാണുന്ന രാധിക ആര്യമ്മന്റെ അടുത്ത് പോയിട്ട് ആര്യമ്മന്റെ നെഞ്ചിൽ കൈ വെച്ച് നിൽക്കുകയാണ്. അഹാന അത് ശ്രദ്ധിക്കുകയാണ്. രാധികയുടെ കൈ മാറ്റുന്ന ആര്യമ്മൻ അപരയോട് ആദർശം എന്റെ കൂടെയുണ്ട്, ചങ്കിസ്ഥാനികൾ ഇന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതറിയാൻ വേണ്ടി ആര്യമ്മൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആര്യമ്മൻ അവിടെ നിന്ന് പോകുന്നത് കണ്ട് രാധിക ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രാധിക ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുന്ന അപര രാധികയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയാണ്. ഇപ്പോൾ സമയമില്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു. രാധിക അവിടെ നിന്ന് പോകുന്നത് കാണുന്ന അപര ഡോർ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ആര്യമ്മൻ പറഞ്ഞത് കേട്ടപ്പോൾ രാധിക ടെൻഷൻ അടിക്കുന്നത് കണ്ടു. അപ്പോൾ രാധിക പ്ലാൻ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അഹാന നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. ശേഷം രാധിക ആര്യമ്മൻ പറഞ്ഞ കാര്യം പൂരവിനെ വിളിച്ചു പറയുകയാണ്. ഓഫീസിലുണ്ടായിട്ടും പൂരവ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പൂരവ്. നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയായിരുന്നു, ഇനി ഈ പ്ലാൻ നടക്കില്ല, പ്ലാൻ ചേഞ്ച് ചെയ്യാമെന്ന് പൂരവിനോട് പറഞ്ഞിട്ട് രാധിക ചങ്കിസ്ഥാനികളെ വിളിച്ച് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റണം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ്. ഈ സമയം ആര്യമ്മനും ആദർശും അവിടേക്ക് കാറിൽ പോവുകയാണ്. ആദർശിന്റെ ഒരു ഫ്രണ്ട് അവരുടെ കൂടെ ഉണ്ട്. സുനിലാണ് ഇൻഫർമേഷൻ തരുന്നതെന്ന് പറയുകയാണ് ആദർശ്. മറുവശത്ത് സുനിൽ ചങ്കിസ്ഥാനികൾ സാധനം മാറ്റുന്നത് വീഡിയോ എടുക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന ഡ്രാഗൺ അയാളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയും കാട്ടിലേക്ക് ഇടുകയും ചെയ്യുന്നു. ശേഷം അവിടെ തീയിടുകയാണ് ഡ്രാഗൺ. തുടർന്ന് താഴെ വീഴുന്ന സുനിലിനെ അഹാന വാലുകൊണ്ട് പിടിക്കുകയാണ്. സുനിലിന് ബോധമില്ല. ആ സമയം അവിടെ വരുന്ന പ്രഥമിനോട് അയാളെ എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയുമ്പോൾ പകുതി നാഗമായി മാറുന്ന പ്രഥമ അയാളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. രാധികയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് അഹാന ഫാണിയോട് പറയുന്ന സമയം അവിടേക്ക് ആര്യമ്മനും ആദർശം വരുന്നത് കാണുന്ന അവർ അവിടെ നിന്ന് പോകുന്നു. ശേഷം അവിടെ വരുന്ന ആദർശ് ഫ്രണ്ടിനെ വിളിച്ചു നോക്കുകയാണ്. അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ആലോചിച്ച് നിൽക്കുന്ന ആര്യമ്മൻ അവിടെ നിന്ന് സുനിലിന്റെ ഫോണ് കിട്ടുന്നു. അതുമല്ല അവിടെ ഡ്രാഗന്റെ കാൽപ്പാടും ആര്യമ്മൻ കാണുകയാണ്. ആ കാൽപ്പാട് ഡ്രാഗന്റെ ആണെന്ന് ആദർശ് പറയുന്നത് കേൾക്കുന്ന ആര്യമ്മൻ ഡ്രാഗൺ എന്ന് പറയുന്നത് കുട്ടികളുടെ കഥാ ബുക്കുകളിൽ മാത്രമുള്ളതാണ്, ഈ സ്ഥലം കാട്ടിന്റെ അടുത്തായതുകൊണ്ട് ഏതോ ഒരു വന്യമൃഗത്തിന്റേതാണ് ഈ കാൽപ്പാട്, ഏത് മൃഗത്തിന്റേതായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ആര്യമ്മൻ. മറുവശത്ത് രാധിക പൂരവിനോട് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഡെലിവറി നടക്കണം, അതിന് ആ ഫൂളുകളെ തന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് രാധിക പർമീത്തിന്റെ റൂമിൽ പോകുമ്പോൾ അവർ രണ്ടുപേരും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ് രാധിക കാണുന്നത്. അത് കാണുന്ന രാധിക രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന രാധിക പൂരവിനോട് ഇനി ഇവരെ കൊണ്ട് ഒരു ജോലി നടക്കില്ല, കർണിന്റെ ഹെൽപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞ് രാധിക കർണിന്റെ റൂമിലേക്ക് പോവുകയാണ്. ശേഷം രാധിക കർണിന്റെ റൂമിന്റെ ഡോറിൽ തട്ടി കർണിനെ വിളിക്കുകയാണ്. റൂമിന്റെ അകത്തിരിക്കുന്ന ടീന ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ആ സമയം അർജുൻ നിൽക്കുന്നത് കാണുന്ന രാധിക അർജുനോട് ഒരു ജോലിയുണ്ട്, ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പാർട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, എന്ത് ജോലിയാണെങ്കിലും നാളെ ചെയ്തു തരാമെന്ന് അർജുൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കാണുന്ന രാധിക അർജുനോട് നിനക്ക് പുതിയ ഭാഷയെ കാണാൻ ആഗ്രഹമില്ലേ, പുതിയ ഭാഷയെ കാണാനുള്ള ഒരു അവസരമാണ് ഇത് എന്ന് പറഞ്ഞ് രാധിക കയ്യിലിരിക്കുന്ന ചെറിയ ബോക്സ് അർജുന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അയച്ചു തരുന്ന അഡ്രസ്സിൽ ഈ ബോക്സ് എത്തിക്കണമെന്ന് പറയുമ്പോൾ അർജുൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അർജുൻ കാറിൽ കയറി പുറത്തേക്ക് പോകുന്നത് അഹാനയും ഫാണിയും പ്രഥമവും കാണുകയാണ്. രാധികയ്ക്ക് വേണ്ടിയാണ് അർജുൻ പുറത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന അഹാന ഫാണിയെ നോക്കുമ്പോൾ ഫാണി നാഗമായി മാറി അർജുന്റെ കാറിന്റെ പുറകെ പോവുകയാണ്. ഈ സമയം രാധിക അർജുനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കാറിന്റെ പുറകിൽ കൂടി നാഗം വരുന്നത് കണ്ട് പേടിക്കുന്ന അർജുൻ അലറി വിളിക്കുകയാണ്. അത് രാധിക കേൾക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അർജുൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാത്തത് കാണുന്ന അർജുൻ രാധികയോട് കാറിന്റെ പുറകിൽ ഒരു നാഗം വരുന്നത് പോലെ തോന്നി, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ്. റേഞ്ച് കട്ടാകുന്നത് കാരണം അർജുൻ പറയുന്നതൊന്നും രാധികയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല. രാധികയ്ക്ക് അർജുനെ ഫോളോ ചെയ്തു പോയ നാഗം ഫാണിയാണെന്ന് മനസ്സിലാവുകയാണ്. ഈ കാര്യം രാധിക പൂരവിനെ വിളിച്ച് അറിയിക്കുന്നു. ഫാണിയെ നേരിടാൻ വേണ്ടി രാധിക അവിടെ നിന്ന് പോവുകയാണ്. രാധിക സഹോദരിയാണെന്ന് അഹാന അറിയുകയാണ്. അതറിയുമ്പോൾ അഹാനയുടെ തീരുമാനം
തീരുമാനം എന്തായിരിക്കും? രാധികയാണോ അനന്തയുടെയും രാജ്യത്തിന്റെയും യഥാർത്ഥ ശത്രു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്